ഇതിൽ പെണ്ണ് കേസിൽ പ്രതിയാക്കും, അല്ലെങ്കിൽ കളവ് കേസിൽ പ്രതിയാക്കും, അല്ലെങ്കിൽ പറഞ്ഞ് നശിപ്പിച്ചളയും. ഇതാണല്ലോ മെയിൻ പരിപാടി. ഏറ്റവും മെയിൻ പരിപാടി ഇതാണല്ലോ. അതായത് ഈ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പെടലി പിടിച്ച് KSUക്കാർ തിരിച്ചെന്നും കൈ പിടിച്ച് വലിച്ചു ഒടിച്ചുവെന്നും CPMന്റെ സംസ്ഥാന സെക്രട്ടറി നിങ്ങളോട് പറഞ്ഞു ഇല്ലേ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ നുണ പറയാമെന്ന്. എന്റെ അന്തിമഘട്ടത്തിലാണ്. എപ്പോ വേണമെങ്കിലും നീരാ. ഇതൊക്കെ ഇലക്ഷൻ നീണ്ടു പോകുന്ന അനിശ്ചിതത്വം വന്നുകൊണ്ട് നീട്ടിക്കൊണ്ടുപോയതാണ്. പിന്നെ യാത്രയായിരുന്നു. യാത്ര കഴിഞ്ഞ് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണായക ചർച്ചകൾക്കായി എനിക്കും മറ്റു നേതാക്കൾക്ക് ഡൽഹിയിലേക്കും പോകേണ്ടി വന്നു. അപ്പോൾ ഫോണിൽ തീരാവുന്ന കാര്യങ്ങളായിരുന്നു. ലീഗായിട്ടുള്ളത് ഓൾമോസ്റ്റ് തീർന്നു കഴിഞ്ഞു. അതിനത് പ്രഖ്യാപിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അല്ല, അത് പ്രഖ്യാപിക്കുമ്പോഴല്ലേ നമുക്ക് പറയാൻ പറ്റും. അല്ല, ഇപ്പൊ നമ്മള് ഇപ്പൊ തന്നെ 30 പേരെ ചെയ്ത് അടുത്ത ഡോക്കറ്റ് 20 പേരുടെ റെഡിയാണ്. മറ്റത് ഞങ്ങൾ നാളെ ചെന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് ബാക്കി 30 പേരും കൂടി. പിന്നെ ഇലക്ഷൻ എന്നാണ് ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ 24 മണിക്കൂറൊക്കെ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പറ്റും. അപ്പൊ അത് ഡേറ്റ് നോക്കിയിട്ടാണ്. ഇപ്പോ ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ അത് വല്ല മെയ് ആദ്യവാരത്തിലേക്കാണ് വയ്ക്കുന്നതെങ്കിൽ നമ്മൾ അങ്ങനെ അതുകൊണ്ടാണല്ലോ 8-ാം തീയതി പ്രഖ്യാപിക്കാനിരുന്ന CPM അത് വൈകിച്ചത്. സ്വാഭാവികമായിട്ട് അത് പറ്റും. അത് പാർട്ടി അവിടെ നിന്ന് എടുക്കേണ്ട തീരുമാനമാണ്. ഒരു പറഞ്ഞിട്ടില്ല ഒന്നും. ഇല്ലില്ല, അതെല്ലാം അവരെല്ലാം ഇല്ലില്ല അതിനെക്കുറിച്ചൊന്നും അങ്ങനെ മാറുന്നതിനെ കുറിച്ച് ഒന്നും ചർച്ച ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞു. അനുനയിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നതിന്റെ ഏരിയയില് അതങ്ങനെയാണല്ലോ. ഈ അവരുടെ കൂടെ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ ഇനി പണ്ട് പറഞ്ഞ കാര്യം ഒന്നുകിൽ പെണ്ണ് കേസിൽ പ്രതിയാക്കും, അല്ലെങ്കിൽ കളവ് കേസിൽ പ്രതിയാക്കും, അല്ലെങ്കിൽ പറഞ്ഞ് നശിപ്പിച്ചളയും. ഇതാണല്ലോ മെയിൻ പരിപാടി. ഏറ്റവും മെയിൻ പരിപാടി ഇതാണല്ലോ. അതായത് ഈ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പെടലി പിടിച്ച് KSUക്കാർ തിരിച്ചെന്നും കൈ പിടിച്ച് വലിച്ചു ഒടിച്ചുവെന്നും CPMന്റെ സംസ്ഥാന സെക്രട്ടറി നിങ്ങളോട് പറഞ്ഞു ഇല്ലേ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ നുണ പറയാമെന്ന്. മനസ്സിലായില്ലേ? ഇത് പറഞ്ഞില്ലേ? നിങ്ങളോട് പറഞ്ഞില്ലേ പെടലി പിടിച്ച് തിരിച്ചെന്ന്, പിന്നെ കൈ പിടിച്ച് ഒടിച്ചെന്ന് വീണ ജോർജിന്റെ KSUക്കാർ. അത് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞില്ലേ? പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധം ഉണ്ടായില്ലെന്ന്. പിറ്റേ ദിവസം മാറ്റി പറഞ്ഞില്ലേ? ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്ന തെളിവുകൾ ഞങ്ങളെ ഹാജരാക്കിയപ്പോ പറഞ്ഞില്ലേ? ആരാ നുണ പറയുന്നത്? കൃത്യമായ നുണ പ്രചരിപ്പിക്കുന്ന ആരാ? CPM ആണ്. ഇപ്പൊ പറയുന്ന രീതി നുണയല്ലേ? ഇപ്പൊ നടക്കുന്ന എല്ലാ പ്രചരണങ്ങളും നുണയാണ്, പച്ചക്കള്ളങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. മുഴുവൻ പ്രചരണങ്ങളും അത് നമ്മുടെ നിലവിലാണെന്നുള്ളതിന്റെ വിരോധം മാത്രമേ നമുക്കുള്ളൂ.